ഗായ്സ്, വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റേവ്സ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പാക്കാണ്. അപ്പോൾ നമുക്ക് പാക്ക് കാര്യങ്ങൾ എന്താണെന്ന് നേരെ വീഡിയോയിലിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് പൗഡറും അതുപോലെ തന്നെ തേയില വെള്ളവുമാണ് കേട്ടോ. തേയില വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം തേയില എടുക്കാമോ അത്രത്തോളം തേയില എടുക്കാം. അതുപോലെ കുറച്ച് വെള്ളത്തിൽ നല്ല രീതിക്ക് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട് പൗഡറും തേയിലയും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ മുടി 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിക്ക് ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് മാത്രമേ ഏതൊരു ഹെയർ പാക്കും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ആക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കോമ്പ് വെച്ചൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കോമ്പ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിനൊരു സ്റ്റിമുലേഷനും കിട്ടും. അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ ലെന്തിലേക്കും സ്കാൽപ്പിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മസാജിങ് എഫക്റ്റാണ് കേട്ടോ കോംബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാലായം ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ രാവിലെ എണീക്കുന്ന ടൈമിലാണ് കേട്ടോ ഈ ഒരു ഹെയർ കെയർ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇത് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കാമല്ലോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കായിരിക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഉള്ളവർക്കായാലും ഒക്കെ ഈ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് പൗഡേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഹോസ്റ്റലേഴ്സിന് ലക്ഷ്യം വെച്ചാണ് കേട്ടോ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ അതായത് അവർക്കപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു 1 വീക്ക് ഞാൻ ഇങ്ങനെ പൗഡേഴ്സ് ജസ്റ്റ് ഹെയറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം എല്ലാം ചെറിയ രീതിക്ക് എടുക്കുക. കാര്യം നമ്മുടെ ഹെയറിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തിരിച്ചറിയാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഒരേ സ്ഥിരം പാക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടവിട്ടൊക്കെ വേണം ഓരോ ഐറ്റം നമ്മുടെ ഹെയറിൽ പരീക്ഷിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓരോ രീതിയിലുള്ള പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യവും അതാണ്. എൻ്റെ ഈ ഒരു 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ മാക്സിമം ഫാസ്റ്റർ റിസൾട്ട് പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ടാക്കുന്നത്. നമുക്കറിയാം ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമില്ല. എങ്കിലും എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് ഹെയർക്കാർക്കും, അതായത് ഡ്രൈ ഹെയർ ഉള്ളവർക്കും ഓയിലി ഹെയർ ഉള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ബീട്രൂട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഹെയറിൻ്റെ കണ്ടീഷനെ തന്നെ മാറ്റും. മുടി ഒരു കണ്ടീഷനിങ്ങിലാക്കി വെക്കുന്നു, മോയ്സ്റ്റനാക്കി നല്ല രീതിയിൽ മോയ്സ്റ്റൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. അതുപോലെ ഓയിലി ഹെയർ ഉള്ളവർക്ക് അവരുടെ സ്കാൽപ്പിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബീട്രൂട്ട് പൊടി അല്ലെങ്കിൽ ബീട്രൂട്ട് സഹായിക്കും. ഇതിൽ വൈറ്റമിൻ എ, സി പോലെയുള്ള കാര്യങ്ങളും അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിന്നിനും ഫേസിനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കിൻ ബ്രൈറ്റനിങ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഹെയർ കെയറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഹെയർ കെയറിൻ്റെ കാര്യങ്ങളും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയാം. അപ്പോൾ ബീട്രൂട്ട് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഹെയറിൻ്റെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിങ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു വെറൈറ്റി ചലഞ്ചാണ് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഹെയർ കെയർ ചലഞ്ചിൽ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ചലഞ്ചാണിത്. ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള ആദ്യം തന്നെ കുറേ പൗഡേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൗഡേഴ്സാണ്, അങ്ങാടി കടയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പൗഡേഴ്സാണ്. ഈവൻ ചെമ്പരത്തി താളിയുടെ പൗഡർ പോലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഒരുപാട് ഹോസ്റ്റലേഴ്സിന് നമ്മുടെ ചലഞ്ച് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ ഇപ്പം ആദ്യത്തെ നേരത്തെയുള്ള ചലഞ്ചിലൊക്കെ ഞാൻ ചെയ്യുന്നത് ആദ്യം സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യുന്നു, ഹെയർ ഓയിലിങ് ചെയ്യുന്നു, അങ്ങനെ ഒരു റുട്ടീൻ പോലെ
ചെയ്യുമായിരുന്നു. അതായത് വീക്ക്ലി 3 ടൈംസ് ഓയിലിങ്, പാക്ക്, അങ്ങനെ ഒരു റുട്ടീൻ പോലെയായിരുന്നു. പക്ഷേ ഈ ഒരു ചലഞ്ച് അങ്ങനെയല്ല കേട്ടോ. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാര്യം ഷോർട്ട് ടൈമിൽ മാക്സിമം റിസൾട്ട് എങ്ങനെ കിട്ടാം എന്നുള്ള രീതിയിൽ ഒരു ഫാസ്റ്റ് ആൻഡ് റിസൾട്ട് ഷോർട്ട് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എത്രമാത്രം സക്സസ് ആകും, എത്രമാത്രം ഫെയിലിയർ ആകും എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മുടെ കറ്റാർവാഴ പൊടിയും ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ബീറ്റ്റൂട്ട് പൗഡറുമാണ് യൂസ് ആക്കിയത്. അപ്പോൾ എല്ലാം ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ആക്കുമ്പോൾ എല്ലാം കുറച്ച് എമൗണ്ട് മാത്രം യൂസ് ആക്കുക. കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും വരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഈ 2 പ്രോഡക്റ്റ്സിന് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയത് പ്യുവർ ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ്സിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. കാര്യം ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചിലർക്കൊക്കെ മേ ബി ഈ റെഡിമെയ്ഡ് പൗഡേഴ്സ് വാങ്ങുമ്പം അത് പിടിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഹോസ്റ്റലേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയുള്ള ചലഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ പൗഡർ തന്നെ എടുക്കുന്നത്. കാര്യം ചിലർക്ക് കൺഫ്യൂഷൻ കാണും, ഞാൻ ഓർഗാനിക്കാണല്ലോ എടുത്തത്, നമ്മൾ പൗഡർ എടുക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഞാനും പൗഡർ തന്നെ യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പം മറ്റെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കാം കേട്ടോ. അവിടെ ഞാൻ 100 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വീഡിയോസും ഓർഡറിൽ തന്നെ അപ്ലോഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയ ടിപ്സും കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.